ക്യാൻവ നന്നായി പരിചയമുള്ള പിന്നെ സ്ഥിരമായി പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത്ര തന്നെ പരിചയമില്ല എന്നൊരു കൈ നോക്കാന്നുള്ള നിലക്ക് വരുന്ന ആളുകളുണ്ടാവും. ക്യാൻവ ബേസിക്കലി ഇപ്പൊ മൊത്തത്തിൽ ക്യാൻവ എന്ന് പറഞ്ഞത് ബഹറാണ്. പിന്നെ നമ്മുടെ പഠനത്തിലുള്ള റിക്വയർമെന്റുകൾ നമുക്ക് സാധാരണഗതിയിൽ പോപ്പുലറായി ഉപയോഗിച്ച് വരുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റേഷൻ ആവശ്യങ്ങൾ, അതേപോലത്തെ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാന്, അതേപോലെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാന്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ട നമുക്ക് ചാർട്ടുകൾ തുടങ്ങി നമ്മുടെ ഒരുവിധം പ്രിന്റ് ഡിസൈൻ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാവുന്ന പരുവത്തിലാണ് ക്യാൻവന്റെ ഫീച്ചേഴ്സ് ഉള്ളത്. ഇത് പോരാതെ അഡീഷണൽ സാധനങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ഷീറ്റ്, എക്സൽ ഒക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഷീറ്റ് ഓപ്ഷൻസ് ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ ആണ്. വെബ്സൈറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞത് നമുക്കൊരു വിഷ്വൽ ബ്ലോക്കേജ് ഇല്ലാതെ കാര്യങ്ങൾ നമുക്ക് കാണാനും സൂട്ടായി വായിക്കാനും അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനും പറ്റാവുന്ന ടൈപ്പ് സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ വെബ്സൈറ്റ് ക്യാൻവ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫ്രണ്ട് എൻഡ് സാധനങ്ങൾ. പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാ സൈസിലും ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഇന്റർഫേസുള്ള ഓപ്ഷൻസ് ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ ആണ്. തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ക്യാൻവയിലുണ്ട്. ഇതിൽ പിന്നെ ജസ്റ്റ് ഇന്ന് തുടങ്ങി വെക്കാമെന്ന് തോന്നുന്നത് പോസ്റ്ററുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. പോസ്റ്ററിനും പ്രസന്റേഷൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ. ഇതിൽ ഏറ്റവും റീസെന്റ് ആയി വന്നിട്ടുള്ള ഒരു പുതിയ അപ്ഡേഷൻ ആണ് മാജിക് ലേയേഴ്സ് എന്ന് പറഞ്ഞ സാധനം. മാജിക് ലേയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ചെയ്തു വെച്ച ഡിസൈൻ, ഏതെങ്കിലും ഒരു പോസ്റ്റർ ഡിസൈൻ നമുക്ക് എന്താക്കാൻ പറ്റും, സെലക്ട് ചെയ്തിട്ട് അതിന്റെ സെഗ്മെന്റ്സ് തിരിക്കാൻ പറ്റും. ലേയേഴ്സിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്ന പരുവത്തിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സാമ്പിൾ ഞാൻ ചെയ്തത് ഹോം പേജിൽ വന്നിട്ട് മാജിക് ലേയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫൈനൽ ആക്കിയ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് ഫയൽ പോസ്റ്റർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്തു. പോസ്റ്ററിൽ വന്നു. ഇതിന് നമുക്ക് ലേയേഴ്സ് ആക്കി തിരിക്കാൻ പറ്റും. മാജിക് ലേയേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിപ്പോ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത പോസ്റ്റർ ആയതുകൊണ്ടാണ് അതല്ല വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റർ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയൊരു പോസ്റ്റർ നമുക്ക് എന്താക്കാൻ പറ്റും, ഡയറക്റ്റ് മീഡിയ സെലക്ട് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അതിലുള്ള എല്ലാ എലമെന്റ്സും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇമേജസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് മാജിക് ലേയേഴ്സ് എന്ന ഓപ്ഷൻ. മാജിക് എഡിറ്റ് അപ്സ്കെയിൽ പറയുന്ന സാധനം ഓപ്ഷൻ പറഞ്ഞാൽ മാത്രം നമുക്ക് ഒരു പുതിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോസ്റ്ററോ ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു മീഡിയ ഫയൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ടാബിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് ക്യാൻവ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടോ അതൊക്കെ ഇവിടെ സെഗ്മെന്റ് തിരിച്ച് കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ഇവിടെ എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പ്രസന്റേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന PPT തന്നെ പല ഡയമെൻഷനുള്ള സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ടെംപ്ലേറ്റ്സ് ഓപ്ഷൻസ് എല്ലാത്തിന്റെയും അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ എന്നാൽ അതിൽ ഓരോ പ്ലാറ്റ്ഫോമിലേക്കും വാട്സാപ്പിലേക്ക് വേണ്ടത്, ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടത്, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഒക്കെ ബാനേഴ്സ്, ഹെഡേഴ്സ് തുടങ്ങിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഓൾറെഡി പ്രീസെറ്റ് സൈസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ മേലെ കാണുന്നത് പ്രീസെറ്റ് സൈസുകൾ മാത്രമാണ്. താഴോട്ട് വരുമ്പോൾ ഈ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓൾറെഡി അതിൽ കണ്ടന്റ് ഉള്ള നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഫോർമാറ്റുള്ള സാധനങ്ങൾ വരിക. ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷൻസ്, വീഡിയോസ് ഉണ്ടാക്കാൻ റീൽ ഉൾപ്പെടെയുള്ള നമ്മുടെ എത്ര ഡ്യൂറേഷൻ വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്യാൻവയിൽ തന്നെ ചെയ്യാൻ പറ്റും. പ്രിന്റബിൾ ഫോർമാറ്റ്സ്, ബിസിനസ് കാർഡ്, എൻവലപ്പ്, ഫ്ലാഷ് കാർഡുകൾ തുടങ്ങിയ സാധനങ്ങൾ, ഡോക്സ്, ഡിജിറ്റല്, അതുപോലെ അതിലാത്ത ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ. വൈറ്റ് ബോർഡ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതല്ലാതെ വേറെ വളരെ പോപ്പുലറായ ടൂൾസ് ഉണ്ട്, മിറോ ഒക്കെ പോലുള്ള. അതിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക, നമുക്കൊരു ടീമിന് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ, നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൊളാബറേറ്റീവായി ഒരു തോട്ട് പ്രോസസ് നമ്മൾ നടത്തുകയാണെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈ പറഞ്ഞ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരു ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഒരു മാപ്പ് ടൈപ്പ് സാധനം, ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ പറ്റാവുന്ന. ഇതിന് പ്രധാനപ്പെട്ട പ്രത്യേകത, സാധാരണ ഡോക്യുമെന്റ് ആകുമ്പോൾ ആ ഡോക്യുമെന്റ്
നമ്മൾ കൊടുത്തിട്ടുള്ള സൈസ് ഏതാണോ ആ സൈസിൽ ലിമിറ്റഡ് ആയിരിക്കും, സൈസിന്റെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ വൈറ്റ് ബോർഡുകളാവുമ്പോൾ ഈ പറഞ്ഞ സൈസ് ലിമിറ്റേഷൻ ഇല്ലാതെ അൺലിമിറ്റഡ് ആയി നമുക്ക് ക്യാൻവാസ് ഉപയോഗിക്കാൻ പറ്റാവുന്ന അവസ്ഥയുള്ള സംഗതികളാണ് വൈറ്റ് ബോർഡ് എന്നുള്ളത്. ഷീറ്റ്സ് ഗൂഗിൾ ഷീറ്റ് എക്സലൊക്കെ ഉപയോഗിക്കുന്ന അതേ സാധനം ഷീറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും. കസ്റ്റം സൈസുകൾ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പ്രീസെറ്റ് സൈസുകളാണ്. ഇതൊന്നും അല്ലാതെ നമുക്ക് ഒരു കസ്റ്റം സൈസാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റം സൈസ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ട് ക്രിയേറ്റ് ഓപ്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് മീഡിയ ഫയൽസ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ PPT ഓൾറെഡി നമ്മൾ PPT ആയി ചെയ്തു വെച്ച സാധനത്തെ നമുക്ക് ക്യാൻവ പ്രസന്റേഷൻ ആക്കി മാറ്റണമെങ്കിൽ അതൊക്കെ ഇവിടെ ഈ ഓപ്ഷൻ വഴി നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതൊന്നല്ലാത്ത അത് ഓപ്ഷൻസ് മൊബൈൽ വീഡിയോ ഒറ്റടിക്ക് കിട്ടാവുന്ന റീസൺ ഷോർട്ട് കട്ട്സ് പോലത്തെ സാധനങ്ങളാണ് ഇവിടെ അവൈലബിൾ ആവുന്നത്. ഓക്കെ, നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ സോഷ്യൽ മീഡിയ ഓപ്ഷനിൽ വന്ന് സാധാരണഗതിയിൽ ഇപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആക്കിയുള്ള സാധനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ഒരുപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രശ്നം ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിനനുസരിച്ചിട്ട് ഒരു പോസ്റ്റ് ആ സൈസിൽ ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഗ്രിഡിലേക്ക് ആ സൈസ് ഫിറ്റിംഗ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ചൂസ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റ് സൈസാണ്. അതാകുമ്പോൾ എല്ലാത്തിനും ലിങ്ക്ഡിനും വാട്സപ്പിനും ഫേസ്ബുക്കിനും ഒക്കെ എന്താക്കാൻ പറ്റും, ആ സൈസ് നമുക്ക് യൂണിവേഴ്സലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു ടാബ് ലോഡായി വരാണ് ചെയ്യുന്നത്. ഈ ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പേജ് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് കാണാവുന്നത് ബ്ലാങ്ക് ക്യാൻവാസ് ആണ്. ഇതിപ്പോ നിലവിൽ അതിന്റെ കളർ വൈറ്റ് ആണ്. നമുക്ക് ആ വൈറ്റ് ഈ പൊസിഷന്റെ തൊട്ടിപ്പുറത്തുള്ള കളർ കാണിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ പോപ്പ് കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോ നിലവിൽ അതിന്റെ കളർ വൈറ്റ് ആണ്. കളറിലൂടെ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പിൽ ഇവിടെ പിന്നെ പിക്ക് കളർ, നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു ഇമേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഇമേജില് ഏതെങ്കിലും ഒരു കളർ നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ വിചാരിക്കാം. ക്യാൻവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സാധാരണഗതിയിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഡിസൈൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ പിക്സൽ ലാബ് ഒക്കെ തുടങ്ങിയ മറ്റു ടൂൾസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻ വെച്ച് നമുക്ക് എല്ലാ എലമെന്റ്സും കിട്ടണമെങ്കിലും, അതിലൊരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിലും അതിലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതിലെന്തെങ്കിലും ഒരു എലമെന്റ് പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിലും ഒക്കെ നമ്മൾ പുറത്ത് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് ആ സാധനം ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടെന്നൊരു ആവശ്യം സാധാരണഗതിയിൽ വരാറുണ്ട്. ഫോട്ടോഷോപ്പിലാണെങ്കിലും അത് ഇൻഡിസൈൻ ആണെങ്കിലും സോഫ്റ്റ്വെയർസിലൊക്കെ ആണെങ്കിലും. എന്നാൽ ക്യാൻവ ആകുമ്പോൾ നമുക്ക് എല്ലാ എലിമെന്റ്സും ക്യാൻവയുടെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആവുന്ന സാഹചര്യം ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് തന്നെ ഇതിലേക്ക് നേരെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്ക് പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും എലമെന്റ്സ് ആണ് പുറത്തുനിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എലമെന്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ആ എലമെന്റ്സ് സെർച്ച് ചെയ്യാം. ഇപ്പോ ഇന്ത്യൻ ഫ്ലാഗ്, പലതരത്തിലുള്ള നമുക്ക് ഇതിന്റെ സാധാരണ മീഡിയ ഫയൽസിന്റെ ഒരു കാറ്റഗറി നോക്കിയാൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സാധനം കാണാം. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് SVG അല്ലെങ്കിൽ PNG ഫയൽ ഫോർമാറ്റ്സിൽ വരുന്ന സാധനമാണ്. നമുക്കത് ക്ലിക്ക് ചെയ്താൽ ഒറ്റയടിക്ക് അതിന്റെ കളേഴ്സിന്റെ മുകളിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഹൈ ക്ലാരിറ്റി ആയിരിക്കും. നമുക്കത് കട്ട് ചെയ്യാനും സ്ലൈസ് ചെയ്യാനും തുടങ്ങിയ ആ എലമെന്റ് വെച്ചിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഇംപ്രവൈസേഷൻ ഉള്ള ഓപ്ഷൻസ് ഗ്രാഫിക്കൽ എലമെന്റ്സിനുണ്ടാവും. തൊട്ട് താഴെ ഫോട്ടോസ് ആകുമ്പോൾ അതിന്റെ ബാക്ക്ഡ്രോപ്പ് കൂടി ഉണ്ടാവും. PNG ഫയൽസ് നമുക്കറിയാം, ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫയൽസ്. അല്ലാതെ വരുന്ന സാധാരണ JPG ഫയൽസ് ഒക്കെ ആകുമ്പോൾ അതിന്റെ ബാക്ക്ഡ്രോപ്പ് കൂടി ഉള്ളടങ്ങുന്ന സംഗതികളാണ് സാധാരണഗതിയിൽ പറഞ്ഞ ഫോട്ടോസിൽ വരുന്നുണ്ടാവുക. ഞാൻ ഗ്രാഫിക്സ് ഇന്ത്യൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് ഇന്ത്യ ക്യാൻവാസിലേക്ക് ഇമ്പോർട്ട് ആയി ഞാൻ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. സൈസ് ഉപയോഗിച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിലുള്ള ക്യാൻവാസിന്റെ കളർ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ഓപ്ഷൻ വന്നാൽ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കളർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് എന്നുള്ള ഒരു കളർ ചെയ്തിട്ട് ബാക്കിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസിലുള്ള അവൈലബിൾ ആയ കളേഴ്സ് അതിന്റെ ആ ഫോട്ടോയിലുള്ള കളർ പാലറ്റ് എന്താണോ ആ കളർ പാലറ്റ് ഇവിടെ സജഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതിലേക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് പിക് കളർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിക് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നേരെ ബാക്ക്ഗ്രൗണ്ടിലെ കളേഴ്സ് മൊത്തം ചേഞ്ച് ആയി. ഇനി അതല്ല പിക് കളർ വേണ്ടതില്ല, എനിക്ക് പ്രീസെറ്റ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഇതേപോലത്തെ പ്രൈമറി കളേഴ്സും മതിയെങ്കിൽ ആ പ്രൈമറി കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അത് തന്നെ ഗ്രേഡിയൻ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്.
സിഒ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ കുറെ അധികം ഓപ്ഷൻസ് ഓക്കെ. ഇനി അതല്ല, ഡയറക്റ്റ് നമുക്കിപ്പോ ക്യാൻവയിലൊരു വേറെ പ്രത്യേകത, നമുക്ക് ഈ പറഞ്ഞ പേജസ് മറ്റു സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ ഒറ്റയടിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇപ്പൊ ഈ ചെയ്തൊരു ഡിസൈനെ എനിക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ വന്നാൽ ഈ രണ്ടാമത് കാണുന്ന ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ക്ലിക്ക് ചെയ്താൽ ഇതേ ഡിസൈൻ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ഇനി അതല്ല, എനിക്കൊരു വൈറ്റ് ക്യാൻവാസ്, പുതിയൊരു വൈറ്റ് ക്യാൻവാസ് ആണ് വേണ്ടതെങ്കിൽ ആഡ് പേജ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഇതേ സൈസിൽ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് പുതിയൊരു പേജ് ആഡ് ചെയ്തിട്ടും ഈ ഗ്രേഡിന്റെ അടക്കം വരാനുള്ള കാരണം. നേരെ മറിച്ച് ഞാനിത് ക്ലിക്ക് ചെയ്ത് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി നേരത്തെ ഉണ്ടായിരുന്ന പോലെ വൈറ്റ് ആക്കി എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ആഡ് പേജ് കൊടുത്താൽ റീസെന്റ് ആയിട്ട് നമ്മൾ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി സെറ്റ് ചെയ്തത് ആ കളറാണ് ഇതിന്റെ റീസെറ്റ് ഫിൽ കളറായിട്ട് വരാം. ഇവിടെ മേലോട്ട് വന്നാൽ ഇവിടെയുള്ള ഓപ്ഷൻസ്, ഒന്ന് പേജ് നമ്പർ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പേജിന് എനിക്ക് ഒരു പേര് കൊടുക്കാൻ പറ്റും, ലാൻഡിംഗ് പേജ്. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ക്യാൻവാസിന്റെ ഓർഡർ ഡിസൈഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് പ്രസന്റേഷൻസിലേക്കാണ് ഉപയോഗപ്പെടാം. ഇത് ആദ്യം വരണോ ഇത് രണ്ടാമത് വരണോ എന്നുള്ള പേജസിന്റെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ പേജ് ഹൈഡ് ചെയ്യണം. ഇപ്പൊ പ്രസന്റേഷൻസ് ആകുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ ഷുവർ ഇല്ലാത്ത സാധനങ്ങളായിരുന്നു. അപ്പൊ അങ്ങനത്തെ പേജസ് നമ്മൾ അവിടെ നിന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താക്കാൻ പറ്റും, ഒറ്റയ്ക്ക് ഇവിടെ ഹൈഡ് ചെയ്താൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസന്റേഷൻ കാണിക്കില്ല, ആ സൈഡ്. എന്നാൽ നമുക്ക് ഇവിടെ എഡിറ്റിംഗ് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആവുകയും ചെയ്യും. ഇതേ ക്യാൻവാസ് നമുക്ക് മൊത്തത്തിൽ ലോക്ക് ചെയ്യാൻ പറ്റും. ആ ക്യാൻവാസിൽ പിന്നെ എന്തൊക്കെ കഴിയില്ല, നമ്മളല്ലാത്ത ഒരാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ കളിക്കുമ്പോൾ അതിന് നമ്മൾ റെസ്ട്രിക്ഷൻ എഴുതി കാണിക്കും. റെസ്ട്രിക്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്താക്കാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലോക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോക്ക് തരം രണ്ട് തരം ലോക്ക് ഉണ്ട്. ഒന്ന് അഡീഷണൽ ലോക്ക്, ഈ പറഞ്ഞ മൊത്തം പൊസിഷൻ അടക്കം ലോക്ക് ചെയ്യാൻ പറ്റാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ പറഞ്ഞ പേജിലെ കണ്ടന്റുകൾ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. രണ്ടാമത് നമ്മൾ കാണുന്ന ടൂള്. 3 നേരത്തെ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 4 പിന്നെ ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചോണ്ടാണ്. ലോക്ക് എന്നുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്തപ്പോൾ ലോക്ക് ആക്കാനും ലോക്ക് റിമൂവ് ചെയ്യാനും ചെയ്യേണ്ടത് ആ ലോക്കിന്റെ ബട്ടൺ റിപ്പീറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പൊസിഷൻ ലോക്ക് ചെയ്യുന്നു, രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിൽ എലമെന്റ്സ് ലോക്ക് ചെയ്യുന്നു, മൂന്നാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പേജ് അൺലോക്ക് ആവാണ് ചെയ്യുന്നത്. പേജ് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. ആഡ് ഇത്ര ഓപ്ഷൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോ ഇതില് ഫസ്റ്റ് പേജിൽ ഞാനൊരു എലമെന്റ് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ഞാൻ ഫ്ലാഗ് സെർച്ച് ചെയ്ത് ഫ്ലാഗ് ഇതിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. രണ്ടാമത്തെ പേജ് ഞാൻ ജസ്റ്റ് വേറെ ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെംപ്ലേറ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ടെംപ്ലേറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഇവിടെ കാണുന്നത് ഹോം, അതിന് താഴെ ടെംപ്ലേറ്റ്, തൊട്ട് താഴെ എലമെന്റ്സ്, ടെക്സ്റ്റ്, ബ്രാൻഡ് തുടങ്ങിയ ഓപ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ ടെംപ്ലേറ്റ് ആണ് ഇപ്പോൾ വേണ്ടത്. ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി കുറച്ച് ഓപ്ഷൻസ് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ സജസ്റ്റീവ് ആയിട്ട് നേരത്തെ വന്നത് കൂടാതെ ഞാൻ സെർച്ച് പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ സെലക്ട് ചെയ്ത കംപ്ലീറ്റ് ഓൾറെഡി എന്തായിട്ടുണ്ട്, നമ്മുടെ അടുത്ത പേജിലേക്ക് ഇൻസർട്ട് ആയിട്ടുണ്ട്. ഇതിലപ്പോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഡിസൈൻ, അതാണ് സാധനം ടെംപ്ലേറ്റ് എന്ന് പറയാം. ഓൾറെഡി ഡിസൈൻ ചെയ്യപ്പെട്ട സാധനത്തെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയാം. ആ ടെംപ്ലേറ്റിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അതിന്റെ പ്രീസെറ്റ്, ഫോണ്ട് മാറ്റാന് അല്ലെങ്കിൽ കളേഴ്സ് ഇമേജസ് ചേഞ്ച് ചെയ്യാനൊക്കെ അതാണ് ലോഡ് ആവത്തത്. ക്യാപ്ഷനിൽ വേറൊരു പ്രത്യേകത, നമുക്ക് ഈ പറഞ്ഞ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫോണ്ട് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് ഒറ്റയടിക്ക് സിംഗിൾ ക്ലിക്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാൻവയിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഫോണ്ട് അനിയർ നെക്സ്റ്റ് എന്നാണ് ഈ ഫോണ്ടിന്റെ നെയിം. ഈ ഫോണ്ട് ഞാൻ വേറൊരു ഫോണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് അവിടെ മാത്രം മാറ്റാനല്ല, മൊത്തത്തിൽ ആ പറഞ്ഞ ഫോണ്ട് ഈ പെർട്ടിക്കുലർ ഡോക്യുമെന്റ്, പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒരുമിച്ച് എന്താക്കാൻ പറ്റും, ഒറ്റ ക്ലിക്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അവനിയർ നെക്സ്റ്റ് തായ് മോഡേൺ എന്നതാണ് ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഫോണ്ട്. അത് ഞാൻ പോപ്പിൻസ് എന്നുള്ള ഫോണ്ടിലേക്ക് മാറ്റാണ്. അത് പോപ്പിൻസ് എന്നുള്ള ഫോണ്ടിലേക്ക് ഇവിടെ മാറിയതിന്റെ കൂടെ തന്നെ ഇവിടെ തൊട്ട് താഴെ ചോദിക്കുന്ന ഓപ്ഷൻ ചേഞ്ച് ഓൾ. ഈ അവനിയർ നെക്സ്റ്റ് തായ് മോഡേൺ എന്ന് പറഞ്ഞ ഫോണ്ട് ഈ പറഞ്ഞ പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെ ഒക്കെ ഈ പറഞ്ഞ ഫോണ്ട് കൊണ്ട്, ഏത് ഫോണ്ടാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഫോണ്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചേഞ്ച് ഓൾ കൊടുത്താൽ എല്ലാ സ്ഥലത്തുള്ള ആ ഫോണ്ട് റീപ്ലേസ് ചെയ്ത് ഈ ഫോണ്ടിലേക്ക് മാറുക. തൊട്ട് താഴെ ഈ ഫോണ്ടൊക്കെ നേരത്തെ
അവന്യൂ എന്നുള്ള ഫോണ്ടിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ പോപ്പിൻ സൈറ്റ് ആണ് ചെയ്തത്. ഇമേജസ് ലോഡ് ആയി വരുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ എലമെന്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനോ ആവശ്യാനുസരണം നമുക്ക് അതിൽ എഡിറ്റ്സ് വരുത്താനോ പറ്റും. ഇതില് പിന്നെ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, അപ്പൊ ഇതില് ക്യാൻവയിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് അവൈലബിൾ. ടി ആണ്, ടി എന്ന് ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ആഡ് ആവും. അപ്പൊ അതില് ഞാൻ കൊടുക്കുന്നത് ഹാപ്പി ഇൻഡിപെൻഡൻസ്. ഞാൻ ഇതിന്റെ ഫോണ്ടിന്റെ സൈസ് കൂട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു ടെക്സ്റ്റ് ആഡ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ നാലറ്റത്തും കാണുന്നത് ഇതിന്റെ സൈസ് കൂട്ടാനാണ്. മൊത്തത്തിൽ ഇതിന്റെ ബോക്സിലുള്ള ഉള്ളടക്കത്തിന്റെ സൈസ് കൂടാണ് ചെയ്യുക. എന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്ന, റൈറ്റും ലെഫ്റ്റും കാണുന്ന സാധനങ്ങളിൽ ഈ ബോക്സിന്റെ വിടുത്ത് കൂട്ടാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചിട്ടാണ് ഈ 3 വാക്കുകൾ 3 ലൈനിലാക്കി കൊടുത്തത്. നേരെ മറിച്ച് ഞാനിത് സ്പേസ് ഇട്ട് സിംഗിൾ ലൈനാണ് കൊടുത്തതെങ്കിൽ, സിംഗിൾ ലൈൻ ആണെങ്കിലും എനിക്ക് എന്താക്കാൻ പറ്റും, ഇതിന്റെ വിടുത്ത് കുറക്കണോടുകൂടി ഇതിനെ 3 ലൈനിലാക്കാൻ പറ്റും. നേരെ മറിച്ച് വിടുത്ത് കൂട്ടിയാൽ സിംഗിൾ ലൈനിലേക്ക് മാറുകയും ചെയ്യും. അതാണ് നമ്മുടെ ബോക്സിന്റെ 4 മൂലകളിൽ വരുന്നത്. ഓവറോൾ ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ, അല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും വരുന്നത് ഇതിന്റെ വിടുത്ത് കൂട്ടാനോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഫോണ്ട് സൈസ് കൂട്ടി. ഇത് തൊട്ട് താഴെ കാണുന്ന ഈ ബട്ടൺ, ഇത് റൊട്ടേറ്റ് ഓപ്ഷൻ ആണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും തൊട്ട് താഴെ അതിന്റെ ഡിഗ്രി, എത്ര ഡിഗ്രിയിലാണ് ഇപ്പൊ അതിന്റെ പൊസിഷൻ ഉള്ളതെന്നുള്ളത് താഴെ കാണിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ഇതിൽ ഒരു ക്യാൻവാസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്കിതിലൊരു ലിമിറ്റേഷൻ ഇപ്പൊ ഈ കാണുന്നുണ്ടാവും. ഇതിന്റെ ലൈനുകൾ തമ്മിലുള്ള സ്പേസിങ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ലൈനിന്റെ സ്പേസിങ് കുറയ്ക്കാൻ നമുക്കുള്ള ഓപ്ഷൻ, ഏത് ടെക്സ്റ്റ് ആണോ എനിക്ക് ലൈനിന്റെ സ്പേസിങ് കുറയ്ക്കേണ്ടത്, ആ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. ഇവിടെ ആദ്യം വരുന്ന ഓപ്ഷൻ ഒന്ന് ടെക്സ്റ്റ് കളറാണ്. ടെക്സ്റ്റ് കളേഴ്സ് നേരത്തെ നമ്മൾ ക്യാൻവാസിൽ കളർ ചെയ്ത പോലെ തന്നെ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ ക്യാൻവാസിൽ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണോ ആ കളർ പാലറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബ്രാൻഡ് കിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ക്യാൻവയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ സ്കൂളിന്റെ പേരിൽ പുറത്തിറങ്ങുന്ന പോസ്റ്റേഴ്സിനൊക്കെ ഒരു കൃത്യം കളർ പാലറ്റ്, സ്കൂളിലെ ലോഗോ, അതിന്റെ ഹെഡർ ഫൂട്ടർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് നമുക്ക് ഓൾറെഡി ഇവിടെ ബ്രാൻഡ് കിറ്റ് ആക്കി ആഡ് ചെയ്താൽ അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. ലോഗോസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവും, കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവും, തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ അവൈലബിൾ ആവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ബ്രാൻഡ് കിറ്റിലുള്ള നമ്മുടെ സ്കൂളിലെ ബ്രാൻഡ് ടൂൾസിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് പിക്ക് ചെയ്യാണ്. താഴോട്ട് വരുമ്പോൾ ഫോട്ടോസിൽ ഇവിടെ 3 തരത്തിലുള്ള ഫോട്ടോസ് ആണ് ഈ പറഞ്ഞ നമ്മുടെ ക്യാൻവാസ് പേജുകൾ ഉള്ളത്. അപ്പൊ അതിന്റെ ഓരോ ഇമേജിന്റെയും അതിൽ ഉള്ളടക്കം ചെയ്യുന്ന കളേഴ്സ് നമുക്കിവിടെ ഓൾറെഡി സജഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ച സോളിഡ് ഗാർഡിങ് കളേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. കളർ സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ്, ഫോണ്ട് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട് നമുക്ക് അറിയലുണ്ടാവും, നമ്മൾ ഓരോ പർപ്പസിനാണ് ഓരോ ഫോണ്ട് ഉപയോഗിക്കുക. വളരെ സീരിയസ് ആയ പോസ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ വളരെ ബോൾഡ് ആയ ആളുകൾക്ക് ഒറ്റനോട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കാം. എന്നാൽ നേരെ മറിച്ച് നമ്മളൊരു അഭിനന്ദന പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫോണ്ട് ആയിരിക്കും ഉപയോഗിക്കുക. നമ്മളത് എനിക്ക് പുതിയൊരു ടെക്സ്റ്റ് കൂടി ഈ പറഞ്ഞ പോസ്റ്റർ ക്യാൻവാസിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ എനിക്കുള്ള ഓപ്ഷൻ ഒന്നുകിൽ ഇപ്പൊ നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടി എന്നുള്ള ഷോർട്ട്കട്ട് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി പുതിയൊരു ടെക്സ്റ്റ് അവിടെ ആഡ് ആവും. ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കുള്ള ഓപ്ഷൻ, നിലവിൽ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഫോണ്ട് എനിക്ക് വേണ്ട ഫോണ്ടാണ് സെലക്ട് ചെയ്തത്. അതിലുള്ള ഫോണ്ട് സൈസും എനിക്ക് വേണ്ട സൈസിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ എനിക്കുള്ള ഓപ്ഷൻ, ഒന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ ഇവിടെ ആസ്ക് ക്യാൻവന്റെ ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്, ഇന്ററാക്ട് ചെയ്യാൻ പറ്റാവുന്ന ഓപ്ഷൻ. ഇതിൽ കമന്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പം നമുക്കറിയാം ക്യാൻവ എന്നുള്ളത് മൾട്ടിപ്പിൾ ആൾക്കാർ ഒരേ സമയം കൊളാബറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പോ നേരത്തെ ഞാനല്ലാത്ത മറ്റൊരാൾ ഉണ്ടാക്കി വെച്ച സാധനത്തിന് മുകളിൽ എനിക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ അറ്റൻഷൻ എന്തെങ്കിലും സാധനത്തിന് മേലെ കൊണ്ടുവരാനുണ്ട്. അങ്ങനത്തെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കമന്റ്. കമന്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്താ പറ്റും, ഇതേ ക്യാൻവാസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യൂസർ ഉണ്ടെങ്കിൽ ആ യൂസർ എനിക്ക് ടാഗ് ചെയ്തിട്ട് അസൈൻ ടു യു എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അയാൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇവിടെ കമന്റ് ചെയ്യാൻ പറ്റും. പ്ലീസ് റിവൈസ്. ഇതിൽ തന്നെ നമുക്ക് ഇമോജിസ് ആഡ് ചെയ്യാന്, ഈ പറഞ്ഞ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാന്, എന്തെങ്കിലും റെഫറൻസ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ റെഫറൻസ് ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ബോൾഡ് ആക്കാനോ അല്ലെങ്കിൽ അതിനെ അലൈൻമെന്റ് ഓപ്ഷൻസോ ഫോർമാറ്റിംഗ് ഓപ്ഷൻസോ ഇവിടെ അവൈലബിൾ ആണ്. അതാണ് കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതല്ലാതെ പിന്നെ വന്നാൽ നേരത്തെ കണ്ട പോലെ ലോക്ക് ഓപ്ഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത ടെക്സ്റ്റ് എനിക്ക് വേണ്ട ഫോണ്ടാണ്, വേണ്ട ഫോർമാറ്റിലാണ്, കളർ ഞാൻ ഓൾറെഡി പിക്ക് ചെയ്തിട്ടുണ്ട്, ഫോൺ സൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ എനിക്ക് എന്താക്കാൻ പറ്റും, ഒറ്റ ക്ലിക്കിൽ ഇതേ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ എനിക്ക് അടുത്ത വേണ്ട ടെക്സ്റ്റ് വേണോ അടുത്ത വേണ്ട ടെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നത് ഫോൺ സൈസ് അത് കുറച്ചുകൂടി സീരിയസ് ആയ ആൾക്കാർക്ക് ഒറ്റയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതേപോലെ ആയിരിക്കില്ല നമ്മൾ പറഞ്ഞ അഭിനന്ദന പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോണ്ട് ആവില്ല സാധാരണഗതി നമ്മൾ സജസ്റ്റ് ചെയ്യാം. അവിടെ ഉപയോഗിക്കുന്ന ഫോണ്ട് കുറച്ചുകൂടി ഫ്ലവറി ആയി കുറച്ചുകൂടി ക്രിയേറ്റീവ് ഫോൺ ടൈപ്പ് സാധനങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഹാൻഡ് സ്ക്രിപ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് ടൈപ്പ് ഫോണ്ടുകൾക്ക് ഒരു ഓരോ കാറ്റഗറി സാധനങ്ങളുണ്ട്. സാൻസ്, കോമിക് സാൻസ്, സാൻസ് സെരിഫ് എന്നൊക്കെ പറഞ്ഞ ഫോൺ ഫാമിലീസ് ഉണ്ട്. ഇതേപോലത്തെ ഫോണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം. സന്ദർശന ഒരു സംഗതി കൂടി പറയണം. അതായത് കൺഗ്രാജുലേഷൻസ് എന്ന ഫോണ്ട് ഞാനിപ്പോ ഈ രൂപത്തിലാക്കി സെലക്ട് ചെയ്ത് വെച്ചു. എനിക്കിനി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നതിന് കൂടി കൺഗ്രാജുലേഷൻസ് എങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചത് അതേ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇതേ സ്റ്റൈലിലേക്ക് എനിക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് എന്ന സാധനത്തിന് മാറ്റണം. അത് മാറ്റാൻ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുക, ഹാപ്പി ഇൻഡിപെൻഡൻസ് എടുക്കുന്നു, എന്നിട്ട് നേരത്തെ സെലക്ട് ചെയ്ത് അതേ ഫോണ്ട് എടുക്കുന്നു. ഇതിന്റെ നേരത്തെ നമ്മൾ എന്താണ് ചെയ്തത് അത് ഒരു വട്ടം ആവർത്തിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റയടിക്ക് എന്താക്കാൻ പറ്റും, നേരത്തെ ചെയ്തു വെച്ച സാധനത്തിന് അതേ സ്റ്റൈലിലേക്ക് നമ്മൾ ആക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സാധനത്തെ ഒറ്റ ക്ലിക്കിൽ മാറ്റാൻ പറ്റും. ഇപ്പൊ എനിക്ക് കൺഗ്രാജുലേഷൻസ് ഉള്ള സാധനം ആ ടെക്സ്റ്റ് ആ എലമെന്റ് എങ്ങനെയാണോ ഉള്ളത് അതേ ഫോർമാറ്റിലേക്കാണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ മാറ്റേണ്ടത്. അപ്പൊ എനിക്ക് ഏതുപോലെയാണോ ആക്കേണ്ടത് അത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നു. കൺഗ്രാജുലേഷൻസ് ഉള്ള സാധനം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്നാൽ ടൂൾ ബാറിലെ ഏറ്റവും വലത്തെ അറ്റത്ത് കോപ്പി സ്റ്റൈൽ എന്നൊരു ഓപ്ഷനാണ്. കോപ്പി സ്റ്റൈൽ ഒന്നെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഷോർട്ട് കട്ട് എഴുതി കാണിക്കുന്നുണ്ട് കൺട്രോൾ ആൾട്ട് സി കൊടുത്താൽ എന്റെ പേസ്റ്റ് സ്റ്റൈൽ കോപ്പി ആയി. എന്നിട്ട് എനിക്ക് ഏത് ടെക്സ്റ്റ് ആണോ ഇതേപോലെ ആക്കേണ്ടത് ആ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തോളൂ. കൺഗ്രാജുലേഷൻ സാധനം എനിക്ക് ആക്കേണ്ടത് കൺഗ്രാജുലേഷൻ സെലക്ട് ചെയ്യുന്നു. പെയിന്റ് കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്യും. എവിടെയാണോ ഏത് ടെക്സ്റ്റ് എലമെന്റ് ആണോ എനിക്ക് നേരത്തെ സെലക്ട് ചെയ്ത് പോലെ ആക്കേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഒറ്റയടിക്ക് നേരത്തെ ഏതാണോ നമ്മൾ റെഫറൻസ് വെച്ചിരുന്നത് അതേ റെഫറൻസ് ടെക്സ്റ്റിന്റെ സ്റ്റൈലിലേക്കും ഫോണ്ടിലേക്കും അതിന്റെ എല്ലാ ഫോർമാറ്റിംഗ് സ്റ്റൈലിലേക്കും ഒറ്റയടിക്ക് മാറാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഷോർട്ട് കട്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ആഡ് ചെയ്യണമെങ്കിൽ സി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സർക്കിൾ ആഡ് ആവും. 6 ക്ലിക്ക് ചെയ്താൽ റെക്ടാങ്കിൾ ആഡ് ആവും. L ക്ലിക്ക് ചെയ്താൽ ലൈൻ ആഡ് ആവും. എല്ലാത്തിന്റെയും ഇനീഷ്യൽ കീ ലെറ്റേഴ്സ് ആണ്. ആ ഒരു പോസ്റ്ററിൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ സാധനം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താക്കും, അതിനെ ബാക്കിൽ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഫില്ല് കൊടുത്തിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ഫില്ല് കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല, ഇത് ഈ പറഞ്ഞ കളറിന്റെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് നമ്മൾ സാധാരണ പറയാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഈ പറഞ്ഞ ഞാൻ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള ബോക്സ് ആണ്. അതിന്റെ മുന്നിലുള്ള ഫോർഗ്രൗണ്ടിലുള്ളത് ടെക്സ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ടെക്സ്റ്റ് അത്ര തന്നെ വിസിബിൾ അല്ല. അപ്പൊ ടെക്സ്റ്റിന്റെ കളേഴ്സ് ഞാൻ ചേഞ്ച് ചെയ്യാണ്. പറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് പോലത്തെ കീ വേർഡ്സ് സാധാരണഗതിയിൽ നമ്മൾ പലയിടത്തായി പ്രയോഗിക്കാറ് അങ്ങനെ സാധനങ്ങളുടെ ഇമേജ് ഫയലിലാണ് കിട്ടും. നമ്മളത് കഷ്ടപ്പെട്ട് അതിനെ പറ്റിയൊരു ഫോണ്ട് തിരഞ്ഞെടുത്ത് അത് ഫോൺ സൈസ് ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ അതിന്റെ ലെറ്റേഴ്സ് എഴുതി ഗ്രാഫിക്സ് സെലക്ട് ചെയ്താൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് പല ഫോണ്ടുകളായി എഴുതിയത് കാണാൻ പറ്റും. നമ്മളിപ്പോ ഒരു പോസ്റ്റർ പർപ്പസിന് ഉപയോഗിക്കുമ്പോഴാണ് ക്യാൻവ കുറച്ചുകൂടി അതിന്റെ സജസ്റ്റീവ് റെക്കമെൻഡേഷൻസിന് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്. സാധനം ക്ലിക്ക് ചെയ്താൽ ഏകദേശം ഊഹിച്ചിട്ട് എന്താണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് സാധനങ്ങൾ താഴെ വന്നുകൊണ്ടിരിക്കും. താഴോട്ട് പോകുമ്പോൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് കോൺടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങളായിരിക്കും വരുന്നത്. ഇതിപ്പോ നമ്മളൊരു പോസ്റ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ എലമെന്റ്സ് ഒക്കെ സ്റ്റാറ്റിക് ആയിരിക്കും. നേരെ മറിച്ച് നമുക്കൊരു പ്രസന്റേഷൻ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതിൽ ക്യാൻവയിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, നമുക്ക് 3D
എലമെന്റ്സ് കൊണ്ടുവരാൻ പറ്റാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമുക്കിത് ജിഫ് ഇമേജസ്, ആനിമേഷനുള്ള ഇമേജസ് ഇതിൽ കൊണ്ടുവരാനും പറ്റും. എലമെന്റ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു പൊട്ടിക്കൽ എലമെന്റ് ചേർത്താൽ ഇതിന്റെ 3D ഡയമെൻഷൻ നമുക്ക് ഈ പറഞ്ഞ പ്രസന്റേഷൻ കൊണ്ടുവരാൻ പറ്റും. പോസ്റ്റർ നമുക്ക് പറ്റുന്നുണ്ടാവില്ല, പ്രസന്റേഷൻസിലും അതുപോലെ വീഡിയോ ഈ പറഞ്ഞ ഇന്ററാക്റ്റീവ് ഫയൽസ് കൊണ്ടുവരുന്നത്. ജിഫ് ജിഫ് നമുക്ക് അറിയാനുണ്ടാവും, നേരത്തെ നമ്മൾ സാധാരണ വാട്സാപ്പിലേക്ക് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള വീഡിയോസിനാണ്, അത് സൗണ്ട് ഇല്ലാത്ത, ഓഡിയോ ഇല്ലാത്ത വിഷ്വൽസിനാണ് നമ്മൾ സാധാരണ ജിഫ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ജിഫ് ഓൾറെഡി ഇതിൽ ചെയ്തു അവൈലബിൾ ആയ എലമെന്റ്സ് ഉണ്ടാവും. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ജിഫോടെ നമുക്ക് കുറെ ആപ്സ്, കണക്ട് ചെയ്ത കുറെ ആപ്സ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പല മറ്റു ആപ്പുകളുടെയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റ് ആണ് ജിഫി എന്ന് പറഞ്ഞ ജിഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെബ്സൈറ്റ്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ആപ്പ് വേർഷൻ നമുക്ക് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിനുള്ളിലെ ആപ്പ് എന്നുള്ളതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ആപ്പ് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ്, ആ ഇമേജിന് വേണ്ട ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ആനിമേറ്റഡ് വേർഷൻസ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ കൊണ്ടുവന്നപ്പോ ഇന്ത്യൻ ഫ്ലാഗിന്റെ ജിഫ് ഇമേജ് ആണ്. ഫ്ലാഗിന്റെ ഒരു മൂവ്മെന്റ്, ആനിമേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പോസ്റ്റേഴ്സും സ്റ്റാറ്റിക് ആവണം നിർബന്ധമില്ല. നമുക്ക് മോഷൻ പോസ്റ്റേഴ്സ് എന്ന് സാധാരണ പറയല്ലേ, ഈ പറഞ്ഞ പ്രൊമോ റിലീസിനൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ അതിന് ടെക്സ്റ്റോ മൊത്തത്തിൽ അതിനൊരു ക്യാൻവാസോ ഫ്രെയിംവർക്കോ മാറണുണ്ടാവില്ല. അതിൽ തന്നെ ലിമിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് അതിന് എലമെന്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ അതിന് ഇമേജസിൽ ഉണ്ടാവുന്ന സാധനം ഉണ്ടാവും, ചിലപ്പോൾ അതിന് ടെക്സ്റ്റ് വരുന്നതിനൊരു മോഷൻ ഉണ്ടാവും. അങ്ങനെ ഉപയോഗിക്കുന്ന മോഷൻ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതേപോലത്തെ ജിഫ് ഇമേജസ് കൊണ്ടുവരാൻ പറ്റും. ബാനർ ഓൾറെഡി പറഞ്ഞൊരു ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ ഏതിലാണോ നമ്മൾ ചെയ്യുന്നത്, സിസ്റ്റത്തിലാണോ ഫോണിലാണോ, അതിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. എന്നാൽ ഡൗൺലോഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് ക്യാൻവയിലേക്ക് മീഡിയ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഇതിൽ നമുക്ക് അപ്ലോഡ്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുവഴിയാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫോട്ടോസ് തുടങ്ങിയ എല്ലാ എലമെന്റ്സും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്ലോഡ്സിന്റെ ഓപ്ഷൻ വഴിയാണ് കൊണ്ടുവരേണ്ടത്. അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ഫയൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ അതിന്റെ സ്റ്റോറേജ് ഫോൾഡർ ഉള്ളത് ആ സ്റ്റോറേജ് ഫോൾഡറിൽ വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഫയൽ ഫോൾഡർ ഓപ്പൺ ഫോൾഡറിൽ നേരെ ഇട്ടാലും ിലേക്കാണ് നേരെ കയറാം. അതോടെ ഫോളോ ചെയ്യും. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തു, അപ്ലോഡ് ഇവിടെ കാണിക്കുന്ന ബാറ് കാണിക്കുന്നത്. അത് അപ്ലോഡ് ചെയ്യുന്ന ഇടയിൽ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്താൽ ചിലപ്പോൾ അതിന്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പൂർത്തിയാവുമ്പോൾ ആ ക്ലാരിറ്റി നോർമലാവും. ഇവിടെ നമുക്കൊരു ചെറിയൊരു ടൂൾ ഉള്ളത്, പിന്നെ ഇതിപ്പോ പോസ്റ്റർ ഈ പറഞ്ഞ എലമെന്റ് നമ്മുടെ താഴെയുള്ള ഫൂട്ടർ എന്നുള്ളത് ഈ പോസ്റ്ററിന്റെ കറക്റ്റ് സെന്ററിലല്ല നിൽക്കുന്നത്. കറക്റ്റ് സെന്ററിലാക്കണമെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിങ്ങനെ മാറ്റുന്ന സമയത്ത് ഒരു ഗൈഡ്, ഒരു വര നടുവിൽ വന്ന് നിൽക്കുന്നുണ്ട്, ഇതാണ് സെന്റർ എന്ന് ഹിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് നമുക്ക് അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്, ഏതാണോ നമുക്ക് സെന്റർ ചെയ്യേണ്ട എലമെന്റ് ആ എലമെന്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് അതിനെ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അലൈൻ ടു പേജ് എന്നാണ് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഈ ഓപ്ഷൻസിൽ നമുക്ക് കാണാം, ഈ ലെഫ്റ്റ് അടിച്ചാൽ ഈ പേജിന് ഏറ്റവും ലെഫ്റ്റിലേക്ക് പോകും. സെന്റർ അലൈൻമെന്റ് സാധാരണ ടെക്സ്റ്റ് ഒക്കെ അലൈൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെന്റർ അലൈൻ ചെയ്യുന്നു, നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ബോട്ടം. നമുക്കറിയാം ഇത് ഫൂട്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പേജിന് ഏറ്റവും ബോട്ടത്തിലാണ് വരുന്നത്. സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിട്ട് അതിൽ പറയേണ്ട ടൂൾ ബാർ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ സമയം കൊണ്ട് പൂർത്തിയാവുമെന്ന് അറിയില്ല. പക്ഷെ ഇതിലുള്ളത് പിന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഇതിൽ റൈറ്റ് സൈഡിൽ വന്നാൽ നമുക്കിവിടെ ഷെയർ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ഈ ഷെയർ എന്നുള്ള ബട്ടൺ വന്നാലാണ് ഇത് എന്ത് മെറ്റീരിയൽ ആയിട്ടാണ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ നമുക്ക് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലരും ചെയ്ത ടെംപ്ലേറ്റുകളാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതേപോലത്തെ ടെംപ്ലേറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്ത ഡിസൈൻ എനിക്ക് ടെംപ്ലേറ്റ് ആയിട്ട് എന്താക്കാൻ പറ്റും,
ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കത് നേരത്തെ പ്രീ ഡിസൈൻ ചെയ്യപ്പെട്ട ടെംപ്ലേറ്റ് ആയിട്ടാണ് റിസീവ് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലേക്ക് പുഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ അക്കൗണ്ട് ഇതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻസ് നമുക്കുള്ളത് PNG ഇമേജ് ഫയൽസ് ആയിട്ട് JPG PNG ഇമേജ് ഫയൽസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ PDF ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. SVG പറയുമ്പോൾ നമുക്ക് വലിയ സൈസ് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ SVG ഈ പറഞ്ഞ പൊടിഞ്ഞു പോയി ഇമേജ് പിക്സൽസ് പൊടിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ SVG ഫയൽസാണ് ചെയ്യാറ്. അതിനെ തന്നെ ആനിമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് MP4 വീഡിയോ ആക്കിയിട്ട് ജിഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസന്റേഷൻസിനാക്കിയൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ലൈവായിട്ട് ഇത് ആളുകൾക്ക് കാണാവുന്ന വിസിബിൾ ലിങ്കുകളാക്കി ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. പബ്ലിക് വ്യൂ ലിങ്ക് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ക്യാൻവ കുറച്ചും കൂടി വിശാലമായി പോയാൽ നമുക്ക് ഇതിൽ പിന്നെ ക്യൂസിംഗ് ഓപ്ഷൻസ്, ലൈവായിട്ട് ആളുകൾ കഴിയുന്ന റെസ്പോൺസ് ക്യാൻവ പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ്, ഒറ്റയ്ക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യാൻ, ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സാധനമാണ് ക്യാൻവ. നമുക്കത് ഓരോന്നോരോന്നും സമയം എടുത്ത് പറയേണ്ടി വരുന്നതാണ് തോന്നുന്നത്.